വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ രാജ്യത്തിനകത്തു നിന്ന് തന്നെ വമ്പിച്ച പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഗവൺമെന്റിനെതിരെ ഉയരുകയാണ്. ഇറാന്റെ പ്രതിഷേധ കൊടുങ്കാറ്റിനിടയിൽ ചൂണ്ടയിട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാൻ എങ്ങനെ തകരണമെന്ന് പ്ലാൻ ചെയ്ത് അതനുസരിച്ച് കഥമനഞ്ഞ് പുറം ലോകത്തേക്ക് എത്തിക്കുന്ന പണിയാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ ഇസ്രായേൽ പുറത്തേക്ക് എത്തിക്കുന്ന കഥക്കനുസരിച്ച് ഇറാനിൽ എങ്ങനെ ആയുധം പ്രയോഗിക്കാമെന്നും ഏത് നിലയ്ക്ക് അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യാമെന്നുമാണ് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ആയത്തുള്ള അലി ഖുമൈനി അടക്കം അവരുടെ ആശ്രിതർ ഏത് നിമിഷവും റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോകാമെന്നാണ്. പ്രക്ഷോഭം ശക്തമായാൽ, തെരുവുകൾ പ്രക്ഷോഭകരാൽ നിറഞ്ഞാൽ ഇറാനിലെ ആത്മീയ നേതാക്കളടക്കം ഭരണത്തിലെ ഉന്നതർ റഷ്യയിൽ അഭയം തേടുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇനി അവർ സ്വമേധയാ പോയില്ലെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണ ഭയവും കടന്നുകയറ്റവും അവരെ റഷ്യയിലേക്ക് ഓടിപ്പോകാൻ നിർബന്ധിതരാക്കുമെന്നാണ്. അല്ലാത്ത പക്ഷം അവർ അമേരിക്കയുടെ ബന്ദികളായിത്തീരും എന്ന വിലയിരുത്തലാണ് ഇസ്രായേലിനുള്ളത്. ഇസ്രായേലിന്റെ ഈ വിലയിരുത്തലിനെ ലോകം ഭയത്തോടെ കാണുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനുസ്വലയെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയും അവിടുത്തെ ഭരണാധികാരിയെ സപത്നിയോടൊത്ത് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത അമേരിക്കൻ മാടമ്പിത്തരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇറാന്റെ തെരുവുകളിൽ പ്രക്ഷോഭകാരികൾ നിറയുകയും ഏതാനും പേർ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാനെതിരെ ഭീഷണി മുഴക്കിയത് പ്രക്ഷോഭകാരികൾക്കെതിരെ ആയുധമെടുത്താൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നായിരുന്നു. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് ഇറാൻ. ഇപ്പോൾ അമേരിക്കയുടെ ഭീഷണിയെ മുഖവിലക്കെടുക്കാതെ പ്രക്ഷോഭകാരികളെ അടിച്ചൊതുക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഏകദേശം 35ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1200ലധികം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ നഗരങ്ങൾ പ്രതിഷേധമുഖരിതമാവുകയും പലയിടങ്ങളും അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക കടന്നു കയറാൻ തക്കം പറത്തി ഇരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് പെസസ്ക്യാനെയും ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖുമൈനിയെയും പിടിച്ചുകെട്ടാൻ. പക്ഷേ ഇറാന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കീഴടങ്ങലിൻ്റെതല്ല, മറിച്ച് ഭരണകൂടത്തിനെതിരെയുള്ള ശബ്ദങ്ങളെ 10 മടങ്ങ് ശക്തിയിൽ അടിച്ചമർത്തിയതായിട്ടുള്ളതാണ്. ഈ പ്രക്ഷോഭങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടിയുള്ളതാണെന്ന് ഉള്ള തോന്നൽ ഭരണകൂടത്തിനെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കൂടുതൽ പ്രാപ്തമാക്കുന്നു. അതേസമയം ഇറാന്റെ അതിബൃഹത്തായ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇസ്രായേലിനെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഇറാന്റെ സൈനിക ശക്തി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ അജയ്യരായി തുടരാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഏതു നിലക്കും അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ട്രംപ് ആകട്ടെ വീണ്ടും വിചാരമില്ലാത്ത ഒരു കാട്ടുകൊത്തുമാണ്. ഇസ്രായേൽ ഇറാന്റെ പ്രക്ഷോഭകാരികൾക്ക് പരിപൂർണ പിന്തുണ അറിയിച്ചിരിക്കുന്നു. വിപ്ലവം കത്തിപ്പടർന്നാൽ അതിനെ അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയാതെ വരികയും ചെയ്താൽ ഏതു നിമിഷവും അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ഇസ്രായേൽ അതിൽ പങ്കാളിയാവുകയും ചെയ്യും. ഇനി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് മേഖലയിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക ഇസ്രായേലിനെ തന്നെയായിരിക്കും. സർവശക്തിയും സംഭരിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നതിൽ സംശയമില്ല. എല്ലാ മിസൈലുകളും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കും. കൈവശം ആണവ മിസൈൽ ഉണ്ടെങ്കിൽ അതും ഇസ്രായേലിന്റെ മണ്ണിലായിരിക്കും ഇറാൻ പ്രയോഗിക്കുക. ഇറാന്റെ കയ്യിൽ ആണവ പോർമുലകൾ ഇപ്പോൾ സജ്ജമാണ് എന്ന് തന്നെയാണ് സൂചന. അത് സത്യമാണെങ്കിൽ ഇനിയൊരു ആക്രമണം ഇസ്രായേലിന്റെ അഹങ്കാരത്തിലുള്ള ഏറ്റവും വലിയ പ്രഹരം തന്നെയായിരിക്കും. ഭൂമുഖത്ത് നിന്ന് ഇസ്രായേൽ ഇല്ലാതാവും.